Good morning, students. I am your employability skills instructor, Baby Master. നമുക്കിന്ന് ചാപ്റ്റർ 4 എൻവയൺമെന്റൽ എഡ്യൂക്കേഷൻ, പാരിസ്ഥിതിക വിദ്യാഭ്യാസം എന്ന പാഠത്തെക്കുറിച്ച് മനസ്സിലാക്കാം. എൻവയൺമെന്റിനെ കുറിച്ച് ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൻവയൺമെന്റിന്റെ നിർവചനത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാടുകൾ, അതായത് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് രണ്ട് വിധത്തിലുള്ള കാര്യങ്ങളെ കാണാൻ സാധിക്കും. ഒന്ന് ലിവിങ്, ജീവനുള്ള വസ്തുക്കളെ കാണാം, അല്ലെങ്കിൽ മൃഗങ്ങളെ കാണാം, മനുഷ്യരുണ്ട്. അതുപോലെ നോൺ ലിവിങ്, ജീവനില്ലാത്ത സബ്സ്റ്റൻസസും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇവയെക്കുറിച്ച് ശരിയായ അവബോധമുണ്ടാകുകയും നമ്മുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഇക്കോളജിക്കൽ എൻവയൺമെന്റ്, ഈ ഒരു പാരിസ്ഥിതിക സൗഹൃദം സ്ഥാപിച്ച് എടുക്കുവാനുമായിട്ട് മനുഷ്യനെ ഉത്ബോധിപ്പിക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് എൻവയൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻവയൺമെന്റിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പ്രധാനപ്പെട്ട കോമ്പോണൻസുകളുണ്ട്, അല്ലെങ്കിൽ എലമെന്റ്സുകളുണ്ട്. ഒന്ന് ലിവിങ് ഓർ ബയോളജിക്കൽ കോമ്പോണന്റ് എന്ന് പറയുന്നു. ഈ ലിവിങ് ഓർ ബയോളജിക്കൽ കോമ്പോണന്റിനെ നമുക്ക് ബയോസ്ഫിയർ ആയിട്ടും പറയാം. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്നത് പ്ലാന്റ്സുകള്, മൈക്രോബ്സുകള്, ബാക്ടീരിയകള്, ആനിമൽസ്, അതുപോലെ തന്നെ മാൻ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആ മണ്ഡലത്തെ പറയുന്നതാണ് ബയോസ്ഫിയർ. ഇതുപോലെ നോൺ ലിവിങ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയാം ഫിസിക്കൽ എന്ന്. അപ്പോൾ നോൺ ലിവിങ് ഓർ ഫിസിക്കൽ കോമ്പോണന്റ്, ഈ നോൺ ലിവിങ് ഓർ ഫിസിക്കൽ കോമ്പോണന്റിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് അറ്റ്മോസ്ഫിയർ, രണ്ട് ഹൈഡ്രോസ്ഫിയർ, HYDROSPHERE, ഹൈഡ്രോസ്ഫിയർ. മൂന്നാമതായിട്ട് ലിത്തോസ്ഫിയർ, LITHOSPHERE, ലിത്തോസ്ഫിയർ. അപ്പോൾ എൻവയൺമെന്റിന്റെ രണ്ട് പ്രധാനപ്പെട്ട കോമ്പോണൻസുകളാണ് ലിവിങ് ഓർ ബയോളജിക്കൽ കോമ്പോണന്റ്, നോൺ ലിവിങ് ഓർ ഫിസിക്കൽ കോമ്പോണന്റ്. ഇനി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ the destruction of the ecosystem, നമ്മുടെ ഇക്കോസിസ്റ്റത്തെ നശിപ്പിക്കുവാൻ കാരണമായേക്കാവുന്ന ഘടകങ്ങളെ കുറിച്ചാണ്. ഒന്ന് പൊല്യൂഷൻ, അപ്പോൾ മലിനീകരണം. അപ്പോൾ പൊല്യൂഷൻ ഈസ് വൺ ഓഫ് ദി മെയിൻ കോസസ് ഓഫ് ഇക്കോസിസ്റ്റം ഡിസ്ട്രക്ഷൻ, പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ പൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ചില പ്രധാനപ്പെട്ട കാർബൺ എമിഷൻസുകൾ, അതുപോലെ ഓയിൽ സ്പിൽസുകൾ, കീടനാശിനികൾ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സുകളുടെയൊക്കെ അമിതമായിട്ടുള്ള സാന്നിധ്യം ആണ് പൊല്യൂഷന് കാരണമാകുന്നത്. രണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇക്കോസിസ്റ്റത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. അപ്പോൾ വർദ്ധമാനമായ രീതിയിലുള്ള ഊഷ്മാവിൻ്റെ വർധനവിനെയാണ് അത് കാണിക്കുന്നത്.
അതുവഴി നമുക്കറിയാം നമ്മുടെ സീ ലെവലെല്ലാം തന്നെ ഉയരും. അതുപോലെ തന്നെ ഓഷനിലെ അസിഡിറ്റികളൊക്കെ തന്നെ വർദ്ധിക്കും. അത് നമ്മുടെ ഇക്കോസിസ്റ്റത്തിലെ നാച്ചുറൽ ബാലൻസ് നഷ്ടപ്പെടുത്തുവാനിട വരുത്തും. മൂന്നാമത് ലാൻഡ് ക്ലിയറിംഗ് ആണ്. അപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതോടുകൂടി മനുഷ്യന്റെ അധിവാസത്തിനായിട്ട് കൂടുതൽ ലാൻഡ് സ്വാഭാവികമായിട്ടും ആവശ്യമായിട്ട് വരും. അപ്പോൾ ധാരാളം ഇക്കോസിസ്റ്റംസിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുവാൻ അത് ഇടവരുത്തും. അങ്ങനെ ലാൻഡുകൾ ക്ലിയർ ആക്കിക്കൊണ്ടാണ് നമ്മൾ ഹൗസിംഗ് ഡെവലപ്മെന്റ്സുകൾ നടത്തുന്നത്, റോഡുകൾ വികസിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ യൂസസിനും നമ്മുടെ ലൈഫ് സ്റ്റോക്ക്, നമ്മുടെ മൃഗ സംരക്ഷണത്തിനുമൊക്കെ ആയിട്ട് നമ്മൾ ധാരാളം ലാൻഡുകൾ ക്ലിയർ ആക്കിയെടുക്കുന്ന പരിപാടിയുണ്ട്. മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. നമ്മുടെ വിഭവങ്ങളെല്ലാം തന്നെ നമ്മൾ അമിതമായി ചൂഷണം ചെയ്യുവാൻ തുടങ്ങും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്കോസിസ്റ്റംസ് ഒക്കെ പലപ്പോഴും വളരെ റിച്ച് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് സമ്പന്നമാണ്. വളരെ ന്യൂട്രിയൻ്റ് ആയിട്ട് റിച്ച് ആയിട്ടുള്ള സോയിലുണ്ട്, വളരെ അതുപോലെ വാട്ടർ, ട്രീസ്, ഫോസിൽ ഫ്യൂവൽസുകളൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം നമ്മൾ അമിതമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ നമുക്ക് മൈനിങ് ഉണ്ട്, ലോഗിങ് അല്ലെങ്കിൽ ഓയിൽ ഡ്രില്ലിങ്, ഇവയൊക്കെ തന്നെ നമ്മുടെ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഡിസ്ട്രക്ഷന് വളരെയധികം സംഭാവന ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അഞ്ചാമതായിട്ട് നമുക്ക് പോപ്പുലേഷൻ ഡിക്ലൈൻ, നമ്മുടെ ജനസംഖ്യയിൽ തന്നെ ഒരു കുറവ് സംഭവിക്കും. അപ്പോൾ നമ്മുടെ ഈ ഇക്കോ സിസ്റ്റത്തിലെ ആനിമൽസ് പലപ്പോഴും അതൊരു വൈറ്റൽ സോഴ്സാണ്. എന്തിനു വേണ്ടിയുള്ള നമ്മുടെ ഫുഡിനും അതുപോലെ തന്നെ പോപ്പുലേഷൻ കൺട്രോളിനും ഒക്കെ അത് കാരണമാകും. ധാരാളം ആനിമൽസ് നമ്മുടെ ഓവർ ഫിഷിങ്ങിലൂടെ അതുപോലെ തന്നെ ഹണ്ടിങ്ങിലൂടെ ഒക്കെ തന്നെ അവയുടെ സാന്ദ്രത കുറഞ്ഞു വരികയാണ്. അപ്പോൾ പലപ്പോഴും വളരെ വാല്യുബിൾ ആയിട്ടുള്ള അവയുടെ സ്കിൻസിന് വേണ്ടി ഹോൺസ്, കൊമ്പുകൾ അല്ലെങ്കിൽ മീറ്റ്, അവയുടെ മാംസത്തിന് വേണ്ടിയൊക്കെ വേട്ടയാടപ്പെടുന്നു. അപ്പോൾ ഈ 5 കാരണങ്ങളാണ്. അതൊക്കെയാണ് പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ലാൻഡ് ക്ലിയറിംഗ്, റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ, അഞ്ചാമതായിട്ട് പോപ്പുലേഷൻ ഡിക്ലൈൻ. ഇനി നമുക്ക് പൊല്യൂഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ മലിനമാക്കാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. മലിനപ്പെടുന്ന പ്രധാനമായിട്ട് നമുക്ക് വളരെ മേജർ ആയിട്ടുള്ള പൊല്യൂഷനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് എയർ പൊല്യൂഷനാണ്, വായു മലിനീകരണം. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ വളരെ കൺടാമിനേറ്റഡ് ആയിത്തീരുന്നു. പലപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഘടന തന്നെ, അതിൻ്റെ എയർ കെമിസ്ട്രി തന്നെ പലപ്പോഴും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഘടനയ്ക്ക് വ്യത്യാസങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണമാകുന്നത് പ്രധാനമായിട്ടും വെഹിക്കിൾ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന മാനുഫാക്ചറിങ് എക്സോസ്റ്റ് ആണ്. അതുപോലെ ഫോറസ്റ്റ് ഫയേഴ്സ്, വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടുന്നത്, അതുപോലെ ഡ്രൈ സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, ഇതൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിമോളിഷനുമാകാം. ബിൽഡിങ്സുകളുടെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഡിമോളിഷനോ ഒക്കെ എയർ പൊല്യൂഷന് കാരണമായി വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ അധികം മനുഷ്യൻ്റെ ജീവന് തന്നെ ദോഷം സംഭവിക്കുന്നതാണ്. ആസ്മ പോലെയുള്ള രോഗങ്ങളൊക്കെ വളരെയധികം വർദ്ധിക്കാനായിട്ട് ഇത് കാരണമാകുന്നുണ്ട്.
രണ്ട് വാട്ടർ പൊല്യൂഷനാണ്. നമ്മുടെ ജലാശയങ്ങളൊക്കെ തന്നെ കണ്ടാമിനേറ്റഡ് വാട്ടർ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുകയാണ് പലപ്പോഴും. അപ്പോൾ നമ്മുടെ സോയിൽ ഇറോഷൻ കൊണ്ടുണ്ടാകുന്ന സെഡിമെന്റുകളുടെ വർധനവ്, അതുപോലെ വേസ്റ്റ് ഡിസ്പോസൽ കൃത്യമായ രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിൽ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒക്കെ നമ്മുടെ വാട്ടർ വല്ലാതെ മലിനപ്പെടുന്നുണ്ട്. മൂന്നാമത്തേത് സോയിൽ പൊല്യൂഷനാണ്. നമ്മുടെ മണ്ണ് മലിനീകരിക്കപ്പെടുന്നു എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. പലപ്പോഴും വളരെ ഹസാർഡസ് ആയിട്ടുള്ള അപകടം നിറഞ്ഞ വേസ്റ്റുകൾ, സീവേജ് സ്പിൽസുകൾ, അതുപോലെ വളരെ നോൺ സസ്റ്റൈനബിൾ ഫാമിംഗ് പ്രാക്ടീസുകൾ, ശരിയല്ലാത്തതായ ആരോഗ്യകരമല്ലാത്തതായിട്ടുള്ള കൃഷി സമ്പ്രദായങ്ങൾ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് വളരെ വലിയ അളവിലുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സുകളുടെ ഉപയോഗങ്ങൾ, അതുപോലെ മൈനിങ്സ്, ഡീഫോറസ്റ്റേഷൻ, അതുപോലെ ഹൗസ് ഹോൾഡ് ഡംപിങ്സ്, ഇങ്ങനെയുള്ള ഡംപിങ്സുകളൊക്കെ കാര്യമായ രീതിയിൽ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ മറ്റൊന്നാണ് നോയിസ് പൊല്യൂഷൻ. അപ്പോൾ നോയിസ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം പ്രധാനമായിട്ട് ട്രാഫിക്, എയർപോർട്ട്സുകൾ, റെയിൽ റോഡ്സ്, അതുപോലെ മാനുഫാക്ചറിങ് പ്ലാന്റ്സുകൾ, നേരത്തെ പറഞ്ഞതുപോലെ കൺസ്ട്രക്ഷൻ ഓർ ഡിമോളിഷൻ, ഇതൊക്കെ ഈ നോയിസ് പൊല്യൂഷന് കാരണമാകും. അഞ്ചാമത്തെ ഒന്നാണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. അപ്പോൾ വളരെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആക്സിഡൻസ് ഒക്കെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ലീക്കേജുകൾ, അതുപോലെ ഇംപ്രോപ്പറായിട്ടുള്ള ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ, യുറേനിയം മൈനിങ് ഓപ്പറേഷൻസ്, ഇതൊക്കെ തന്നെ അണുവികിരണത്തിന് കാരണമാകുന്നുണ്ട്. ആറാമത് തെർമൽ പൊല്യൂഷനാണ്. അപ്പോൾ വളരെ എക്സസ് ആയിട്ടുള്ള ഹീറ്റ്, അതുവഴി വളരെ അൺഡിസൈബറൽ ആയിട്ടുള്ള തികച്ചും അനഭിലഷണീയമായിട്ടുള്ള ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്നതാണ് ഈ തെർമൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷൻ പവർ പ്ലാന്റ്സുകൾ, നമ്മുടെ അർബൻ സ്പാൾസുകൾ, എയർ പൊല്യൂഷൻ, അതുപോലെ ഡിഫോറസ്റ്റേഷൻ, അതുപോലെ തന്നെ ഉള്ള ധാരാളം കാര്യങ്ങൾ തെർമൽ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ 6 വിധത്തിലുള്ള പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു. 1 എയർ പൊല്യൂഷൻ, 2 വാട്ടർ പൊല്യൂഷൻ, 3 സോയിൽ പൊല്യൂഷൻ, 4 നോയിസ് പൊല്യൂഷൻ, 5 റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, 6 തെർമൽ പൊല്യൂഷൻ. ഇനി പൊല്യൂട്ടന്റുകളുമുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൊല്യൂട്ടന്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ഓർ എനർജി introduced into the environment that has undesirable effects or that adversely affects the usefulness of a resource. നമ്മുടെ വിഭവങ്ങളെയൊക്കെ തന്നെ യൂസ്ലെസ് ആക്കാൻ, അല്ലെങ്കിൽ വളരെ വിപരീത ദിശയിൽ അതിൻ്റെ ഇഫക്റ്റുകൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ കൂടിക്കലരുന്ന പദാർത്ഥങ്ങളെയാണ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് സോയിൽ പൊല്യൂട്ടൻസുകളുണ്ട്. ഇപ്പോൾ മണ്ണിൽ പ്രധാനമായിട്ട് വളരെ ഹെവി ആയിട്ടുള്ള മെറ്റൽസ്, കാഡ്മിയം, ക്രോമിയം, കോപ്പർ, സിങ്ക്, അല്ലെങ്കിൽ മെർക്കുറി, പെസ്റ്റിസൈഡ്സുകൾ, അതുപോലെ തന്നെ ഓർഗാനിക് കെമിക്കൽസ്, ഓയിലുകൾ, ടാറുകൾ, വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ടോക്സിക് ഗ്യാസസ് ഒക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ സോയിൽ പൊല്യൂട്ടൻസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ എയർ പൊല്യൂട്ടൻസ് ഉണ്ട്. പ്രധാനമായിട്ട് നമുക്കിപ്പോൾ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്,
സൾഫർ ഡയോക്സൈഡ്, ലെഡ്, ഇതൊക്കെ എയർ പൊള്യൂട്ടൻസുകളാണ്. അതുപോലെ വാട്ടർ പൊള്യൂട്ടൻസ് ഉണ്ട്. വളരെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള വാട്ടർ പൊള്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ മെർക്കുറി, നൈട്രേറ്റ്സ്, ഫോസ്ഫറസ്, അതുപോലെ തന്നെ ഈ കോളിഫോം, ബാക്ടീരിയകൾ, ഇതൊക്കെ വാട്ടർ പൊള്യൂട്ടൻസ് ആണ്. അതുപോലെ നാലാമതായിട്ട് നോയിസ് പൊള്യൂട്ടൻസ് ഉണ്ട്. ഇപ്പോൾ വളരെയധികം വലിയ സൗണ്ട്സുകൾ, പ്രധാനമായിട്ടും സൗണ്ട്സുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എയർക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ട്രെയിൻസ്, ബോട്ട്സ്, ഓട്ടോമൊബൈൽ ട്രാഫിക്കുകൾ, കൺസ്ട്രക്ഷനുകൾ, ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ വളരെ വെഹിക്കിൾ അലാംസ്, ഇതൊക്കെ തന്നെ വളരെ വലിയ ശബ്ദമുണ്ടാക്കുന്നതാണ്. വളരെ ഉച്ചത്തിൽ വരുന്ന ലൗഡ് മ്യൂസിക് വരെ നമുക്ക് ഈ നോയിസ് പൊല്യൂഷന് കാരണമാകാം. ഇനി നമ്മൾ വേസ്റ്റുകളെ കുറിച്ചാണ് നമുക്ക് പ്രതിപാദിക്കേണ്ടത്. പ്രധാനമായിട്ട് 4 തരത്തിലുള്ള വേസ്റ്റുകളാണുള്ളത്. അതൊന്ന് സോളിഡ്, വളരെ ഖരരൂപത്തിലുള്ള വേസ്റ്റുകൾ, 2 ലിക്വിഡ് വേസ്റ്റുകൾ, ദ്രവരൂപത്തിലുള്ളത്, 3 ഗ്യാസസ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്, 4 ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകളുണ്ട്. ഇപ്പോൾ സോളിഡ് വേസ്റ്റിന് ഉദാഹരണം ഒക്കെ പറയുകയാണെങ്കിൽ വേസ്റ്റ് ടയറുകളുണ്ടല്ലോ, അതുപോലെ തന്നെ സ്ക്രാപ്പ് മെറ്റൽസ് ഒക്കെ അറിയാം, ലാറ്റക്സ് പെയിന്റുകൾ, അതുപോലെ തന്നെ ഫർണിച്ചർ, ടോയ്സുകൾ, വെഹിക്കിൾസിൻ്റെ ഒക്കെ അപ്ലയൻസുകളൊക്കെ തന്നെ ഈ ഖരമാലിന്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാം. 2 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഓർക്കണം. 1 കളക്ഷൻ ഓഫ് വേസ്റ്റ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഡിസ്പോസൽ, വേസ്റ്റ് ഡിസ്പോസൽ, 3 റിസോഴ്സ് റിക്കവറി എന്ന് പറയും. ഖരമാലിന്യം പോലെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റ്. ലിക്വിഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് എന്തൊക്കെ പറയാം നമുക്ക്? വേസ്റ്റ് വാട്ടർ, അത് നമ്മുടെ ഭവനങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ ആകാം. അതുപോലെ തന്നെ ലിക്വിഡ്സ് യൂസ്ഡ് ഫോർ ക്ലീനിങ്, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വ്യവസായ രംഗത്തും, അതുപോലെ തന്നെ വളരെ വേസ്റ്റ് ആയിട്ടുള്ള ഡിറ്റർജൻസുകളൊക്കെ തന്നെ ലിക്വിഡ് വേസ്റ്റിന് കാരണമാകുന്നുണ്ട്. പിന്നെ ഗ്യാസസ് വേസ്റ്റുകളാണ്, ഗ്യാസ് രൂപത്തിലുള്ള വേസ്റ്റുകൾ. ഗ്യാസസ് വേസ്റ്റിന് പ്രധാനമായിട്ട് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ പറയുകയാണെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ്, CO2, മീഥേൻ, CH4, ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്, CFC, അതുപോലെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, NOx, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, CO, അതുപോലെ തന്നെ ഓക്സൈഡ്സ് ഓഫ് സൾഫർ, SOx, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. 4 ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ. ഹസാർഡസ് എന്ന് പറഞ്ഞാൽ വളരെ ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റുകളാണ്. അത് നമ്മുടെ പബ്ലിക് ഹെൽത്തിനെ ത്രട്ടൻ ചെയ്യുന്ന, പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, അതുപോലെ ഓൾഡ് പ്രൊപ്പൈൻ ടാങ്കുകൾ, പെസ്റ്റിസൈഡ്സുകൾ, മെർക്കറി അടങ്ങുന്ന പല എക്യുപ്മെൻറ്റുകൾ, ഉദാഹരണം പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ്സുകൾ, അതുപോലെ തന്നെ ഫ്ലൂറസൻ്റ് അടങ്ങിയ ലാമ്പുകൾ, ബൾബുകൾ, ബാറ്ററീസുകൾ, ഇതൊക്കെ തന്നെ ഹസാർഡസ് വേസ്റ്റിന് ഉദാഹരണമായിട്ട് പറയാം. ഇനി നമുക്ക് എനർജി കോൺസർവേഷൻ, ഊർജ സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഊർജ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് കാലത്ത്. എനർജി കോൺസർവേഷനും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി യൂസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ
എനർജി വളരെ ഇക്കണോമിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ഇഫക്റ്റിന് ഉപയോഗിക്കുന്നത് നമുക്ക് എനർജി കോൺസർവേഷനുമായിട്ട് ഒരു ചെറിയ തോതിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വാഹനങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുന്നില്ല എന്ന് കരുതുക, നമ്മളത് ഉപയോഗിക്കുന്നേ ഇല്ല. അത് എനർജി കോൺസർവേഷൻ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. എന്നാൽ ഡ്രൈവിംഗ് വാസ്തവത്തിൽ ഏറ്റവും കൂടിയ മൈലേജ് കിട്ടത്തക്ക രീതിയിൽ ശരിയായ ഡ്രൈവിംഗ് ശൈലിയിൽ വാഹനം അത് ഉപയോഗിക്കുമ്പോൾ അത് എനർജി എഫിഷ്യൻസി വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നു. അപ്പം എന്തായാലും എനർജി കോൺസർവേഷൻ ആൻഡ് എഫിഷ്യൻസി ആർ ബോത്ത് എനർജി റിഡക്ഷൻ ടെക്നിക്സുകളാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് നമ്മൾ പൊതുവെ കേട്ടിരിക്കുന്ന ദ 3 R's, ആർ എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ ആരംഭിക്കുന്ന 3 ആശയങ്ങളെയാണ് 3 R's എന്ന് പറയുക. അത് ഒന്ന് റെഡ്യൂസ്, കുറയ്ക്കുക, ഉറവിടത്തിൽ വെച്ച് തന്നെ വേസ്റ്റ് ഇല്ലാതാക്കുക. മറ്റൊന്ന് റീയൂസ്, പുനരുപയോഗിക്കുക, വീണ്ടും ഉപയോഗിക്കുക. 3 റീസൈക്കിൾ ആണ്. റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുനഃസംസ്കരണമാണ്. ഇപ്പോൾ റെഡ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ പാക്കിംഗ് ഒക്കെ ലാഭിക്കാം. അതുപോലെ തന്നെ ഓവർ പാക്കേജ്ഡ് ഗുഡ്സുകൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ റിഡക്ഷനാണ് നമ്മളവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിസ്പോസിബിൾ ഗുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, പേപ്പർ പ്ലേറ്റ്സുകൾ, കപ്സുകൾ, നാപ്കിൻസ്, റൈസേഴ്സ്, ലൈറ്റേഴ്സ് ഒക്കെ, അതൊക്കെ ഒഴിവാക്കുന്നത് വാസ്തവത്തിൽ ഈ റെഡ്യൂസിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ദീർഘകാലം നിലനിൽക്കുന്ന സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടെയുള്ള വേസ്റ്റ് ഉണ്ടാക്കുന്നതിനെ ഒരു പരിധി വരെ ഒഴിവാക്കുന്നതിന് കാരണമാകും. 2 റീയൂസ്, വീണ്ടും തന്നെ നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൂട്ടുകളൊക്കെ ആണെങ്കിൽ വീണ്ടും കഴുകി വൃത്തിയാക്കി ഉണക്കി വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ റീസൈക്കിൾ, പുനഃസംസ്കരണം. അപ്പോൾ റീസൈക്ലിംഗ് എന്ന് പറയുമ്പോൾ ടേക്കിംഗ് എ യൂസ്ഡ് മെറ്റീരിയൽ ആൻഡ് പ്രോസസ്സിംഗ്, റീമാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ്. നമ്മളതെങ്ങനെ ആസ് എ ന്യൂ പ്രോഡക്റ്റ്, ഒരു പുതിയ ഉൽപ്പന്നമായിട്ട് അതിനെ വീണ്ടും പുനർസംസ്കരിച്ച് ഉണ്ടാക്കുന്നതാണ് റീസൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറന്നു പോകാതിരിക്കാം ഈ പ്രധാനപ്പെട്ട 3 വാക്കുകൾ, 3 R's. ഏതൊക്കെയാണ്? റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. സോ താങ്ക് യു വെരി മച്ച്.